ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഫ്രൈയിങ് പാനാണ്. ഗ്രാനൈറ്റ് ഫിനിഷിങ്ങിലൊക്കെ വരുന്ന നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈയിങ് പാനാണ്. ഇതുപോലെ വൈറ്റ് കളറിലൊക്കെ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു അടിപൊളി ഫ്രൈയിങ് പാൻ കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ബാക്ക് സൈഡൊക്കെ ഇങ്ങനെയായിട്ട് വരുന്നത്. പിന്നെ സാധാരണ കാണുന്ന ഒരു ഷേപ്പിലല്ലാണ്ട് റെക്ടാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. പിന്നെ ഹാൻഡിലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് വുഡല്ല, വുഡിന്റെ പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതുപോലെ ഫ്രൈങ് പാനൊക്കെ വരുന്നത്, അതാണ് കേട്ടോ ഇതിന്റെ ഹാൻഡിൽ വരുന്നത്. പിന്നെ നമുക്കിത് ഇൻഡക്ഷൻ കുക്കറിലോ അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് വരും. അപ്പൊ ഇതിന്റെ പ്രൈസ് 556 രൂപയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇതിപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങാനും ഇത് സ്റ്റോക്ക് ആവുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതല്ലാണ്ടെങ്കിൽ ഇതിന്റെ ബ്ലാക്ക് ഗ്രാനൈറ്റിൽ വരുന്നതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് വുഡന്റെ ഒരു പ്ലേറ്റ് ഹോൾഡറാണ്. ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് മീഷോയിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ചെയ്തു കേട്ടോ. ഇത് സെയിം പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഉണ്ട്. പക്ഷേ നല്ല റേറ്റ് ഉണ്ട്, 700 സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ട്. ശരിക്കും ഒരു IK പ്രൊഡക്റ്റിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതിൽ വരുന്നത്. മീഷോ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ കേട്ടോ. എന്നാൽ അഫോർഡബിൾ ആയുള്ള പ്രൈസിന്, അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയ പ്രൈസിനായിട്ട് നമുക്കിത് കിട്ടിയത്. ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയ പ്രൈസിനാണ് കിട്ടിയത്. ഇതുപോലെ നമുക്ക് വലിയ പ്ലേറ്റും വെക്കട്ടെ. ഞാനിപ്പോ ഇത് ചെറിയ ഡൊമ പോലെ കാണിക്കുകയാണ്. അത് ചെറിയ പ്ലേറ്റ് വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കിച്ചണിൽ ഇതുപോലെ ഒരു വുഡന്റെ പ്ലേറ്റ് ഹോൾഡർ വെച്ചാൽ കിച്ചണിന് ശരിക്കും ഒരു പ്രീമിയം ലുക്ക് തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും മസ്റ്റ് ബൈ ഉള്ള പ്രൊഡക്റ്റാണ് ഞാൻ പറയുന്നത്. അത്രയും ഭംഗിയുണ്ട് കാണാൻ, അത്രയും ഫിനിഷിങ്ങിൽ കിച്ചണിൽ വെച്ചിട്ട് തന്നെ കിച്ചൺ കാണാൻ നല്ല ഭംഗി കേട്ടോ. അപ്പം ഇതിന്റെ പ്രൈസ് പറയട്ടെ, 254 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ വാങ്ങിച്ച സമയത്ത് മീഷോയിൽ ഇതിന്. അപ്പൊ ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്തായുള്ള പ്രൊഡക്റ്റാണ്. കാരണം അത്രയും ക്വാളിറ്റി ഉണ്ട്, അത്രയും ഫിനിഷിങ്ങിലാണ്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള സൈറ്റിലൊക്കെ നല്ല പ്രൈസിലാണ് കേട്ടോ. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഒരു ഡോ മേക്കറാണ്. അതായത് നമുക്കിത് മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാണ് മാവ് കുഴക്കുക സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടോ. ഇതിന്റെ ഓരോ പാർട്സും നമുക്ക് മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും ഈസിയാണ്. ഈസിയായി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇനി ഇതിലെങ്ങനെയാണ് ഉപയോഗം എന്നുള്ളത് കാണിച്ചുതരാം. ഈ ഒരു ബൗളിലാണ് കേട്ടോ നമ്മള് മാവ് ഇട്ടെടുക്കുക. അതായത് ചപ്പാത്തിപ്പൊടിയോ അങ്ങനെ പത്തിരിപ്പൊടി എന്താന്ന് വെച്ചാല് നമ്മൾ ഇത് ഇട്ടെടുക്കണം. അതിലേക്ക് ഉപ്പ് എന്താണെന്ന് വെച്ചാൽ ഇട്ടെടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് നമുക്ക് ഇത് അതുപോലെ ലിഡ് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഈ ഒരു സംഭവം കൂടി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മാവ് കുഴച്ചെടുക്കാട്ടോ ചെയ്യുക. ഞാൻ ഒരുപാട് വീഡിയോ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ വാങ്ങിച്ചതാട്ടോ. ഇങ്ങനെ ഉണ്ടാവും കൈ കിട്ടിയാന്ന് പറഞ്ഞാൽ പക്ഷേ അടിപൊളി ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. ഇതുപോലെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മാവ് ഈസി ഒരു കുഴഞ്ഞു വന്നോളൂ കേട്ടോ. ഇതുപോലെ അതിന്റെ കൂടെ മെഷറിംഗ് കപ്പും ഉണ്ട്. അതായത് വലിയ മെഷറിംഗ് കപ്പിൽ നമ്മൾ പൊടിയാണ് എടുക്കുക. അതായത് ചപ്പാത്തിപ്പൊടി നമ്മൾ എടുക്കാറുണ്ടെങ്കിൽ ചെറിയ കപ്പിൽ നമ്മൾ വെള്ളം എടുക്കുക. അങ്ങനെ ആ ഒരു കറക്റ്റ് അളവിന് വരുന്ന മെഷറിംഗ് കപ്പാണ് കേട്ടോ. പിന്നെ ചെറിയ ടീസ്പൂണും കൊടുത്തിട്ടുണ്ട് കൂടെ. അപ്പൊ നമുക്ക് കൈവേദനയൊക്കെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തെടുത്ത് വെക്കാനും ഈസിയാണ്. ഓരോ പാർട്സായി നമുക്ക് ഊരാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് 223 രൂപയാണ് കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ ഓർത്താനുള്ള പ്രൊഡക്റ്റ് ആണ്. നല്ല യൂസ്ഫുൾ ആയുള്ള പ്രൊഡക്റ്റ് ആണ്. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഇതുപോലെ കുറച്ച് ബാഗുകളാണ് കേട്ടോ. 3 വരുന്ന സെറ്റാണ്. 3 ഡിഫറെന്റ് സൈസിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബാഗുകൾ കേട്ടോ. വാട്ടർ പ്രൂഫ് ആണ്, വെള്ളം ആയാലും അകത്തേക്ക് കടക്കൂല. അപ്പൊ ആ രീതിയിലാണ് വരുന്നത്. 3 സൈസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഇട്ട് വെക്കാന്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ടവൽസോ അതല്ലാതെ മെഡിസിൻസ് ഒക്കെ ഇട്ട് വെക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലും ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളർ കിട്ടും. ഇതിന് തന്നെ പല കളറിലും മീഷോയിലുണ്ട് കേട്ടോ. വൈറ്റും ബ്ലാക്കും അങ്ങനെ പല കളറിലുണ്ട്. ഞാനിപ്പോ സെലക്ട് ചെയ്തത് ഈ ഒരു പിങ്ക് കളറാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ രണ്ടാമത്തത് ഇങ്ങനെയാണ് വരുന്നത്. ഇത്
ഏറ്റവും ചെറുതിന്റെ നേരെ വലുതായിട്ടുള്ള സൈസ് കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ഓർഗനൈസ് ചെയ്ത് എടുത്ത് വെക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ബാഗുകളാണ്. ഏറ്റവും വലുതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ഹാൻഡിലും വേറെ രീതിയിലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 160 രൂപയായിരുന്നു കേട്ടോ. ഈ 3 വരുന്ന സെറ്റിന് ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്തുള്ള പ്രൊഡക്റ്റ് ആണ് പറയുക. കാരണം 3 കിട്ടുന്ന ആ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ പ്രോഡക്ട്സും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട് കേട്ടോ. ആവശ്യമുള്ള പ്രൊഡക്ട്സ് പെട്ടെന്ന് വാങ്ങിക്കോളുണ്ട്. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനൊക്കെ സാധ്യത ഉണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ളതാകുമ്പോൾ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവേ. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചാർജർ പ്രൊട്ടക്ടർ ആണ് കേട്ടോ. അതായത് ഇതിപ്പോ ഞാൻ ചാർജറിന്റെ മേലെ ഇട്ടിട്ടുണ്ട്. ഇത് ചാർജറിന്റെ മേലെ നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്തെടുക്കാൻ കുറച്ചൊരു പണിയുണ്ട്. പണിയല്ല, കുറച്ചൊരു ടൈം എടുത്ത് നമ്മൾ ഫിക്സ് ചെയ്തെടുക്കണം. പക്ഷെങ്കിൽ അടിപൊളി പ്രൊഡക്റ്റ് ആണ്. കാരണം നമ്മൾ ഈ ചാർജറിന്റെ എഡ്ജൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയില്ല പെട്ടെന്ന്. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. രണ്ട് എഡ്ജിലും ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. അപ്പം അതിങ്ങനെ ബെൻഡായിട്ട് കട്ടായി പോകില്ല കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. മസ്റ്റ് ബൈ ആയുള്ള പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. കാരണം ചാർജറൊക്കെ പെട്ടെന്ന് ചീത്തായി പോവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് 158 രൂപയായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പം ഐഫോണിന്റെ ചാർജർ പ്രൊട്ടക്ടർ മാത്രമാണ് ഇപ്പം മീഷോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേറെ ചാർജറിന്റെ ഇതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ 158 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ പിന്നെ ഒരു കാര്യം പറയട്ടെ, മീഷോ പ്രൊഡക്ട്സ് മാത്രമാണ് അതല്ല ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ റിവ്യൂ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നത്തെ ഒരു ഗ്ലാസിന്റെ സെറ്റാണ്. 6 വരുന്ന ഒരു ഗ്ലാസിന്റെ സെറ്റാണ്. ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നോർമൽ ഗ്ലാസസ് ഇതുപോലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം സൈസും ഉണ്ട് കേട്ടോ. 160 ml കപ്പാസിറ്റിയാണ് ഇതിൽ ഓരോ ഗ്ലാസിനും കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ഗ്ലാസിന്റെ സൈഡ് ഭാഗമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം തിക്നെസ് ഉണ്ട് എന്നുള്ളത്. അപ്പം അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടിയിട്ട് നല്ല ഗ്ലാസ്സിൽ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഗ്ലാസ്സുകളാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 303 രൂപയായിരുന്നു. ആ ഒരു പ്രൈസിന് വർത്തായുള്ള പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അത്യാവശ്യം നല്ല വലുപ്പവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. എന്തായാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണേ മുന്നേ വാങ്ങണം എന്നുള്ളവര്. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു അലൂമിനിയത്തിന്റെ ഒരു പാനാണ് കേട്ടോ. ഫ്രൈങ് പാനാണ്. ഇതിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്നൊരു അലൂമിനിയം പാൻ കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. വെയിറ്റ്ലെസ് ആയിട്ടുള്ള അലൂമിനിയം എന്നല്ല, നല്ല വെയിറ്റിൽ വരുന്ന അലൂമിനിയം തന്നെയാണ്. പിന്നെ ഇതിന്റെ പുറംഭാഗം കണ്ടാൽ നല്ല സ്റ്റീൽ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉൾഭാഗം ഇതുപോലെ അലൂമിനിയത്തിന്റെ തന്നെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. നല്ല ഹെവി ആയുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ വരുന്ന അത്യാവശ്യം സൈസിൽ വരുന്ന ഒരു പാനാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലെടുത്താലേ ശരിക്കും മനസ്സിലാവുള്ളൂ. കാരണം എത്രത്തോളം വെയിറ്റും കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 224 രൂപയായിരുന്നു കേട്ടോ. ആ പ്രൈസിന് എക്സ്ട്രാ വർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് കുറച്ച് സ്ക്രബ്ബറുകളാണ്. 5 വരുന്നൊരു സെറ്റാണ്. ഞാൻ ഇതിന് മുന്നേ വേറൊരു ടൈപ്പ് സ്ക്രബ്ബർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വേറൊരു ടൈപ്പ് കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഭാഗം എന്താ ഇതുപോലെ ഹാർഡായിട്ട് വരുന്നത് കേട്ടോ. അതായത് നമുക്ക് കുറച്ച് സ്റ്റെയിനൊക്കെ ഉള്ളത് കഴുകാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം, പിന്നെ ഒരു ഭാഗം ഇതുപോലെ സോഫ്റ്റ് ആയിട്ട്, അതായത് നമുക്ക് നോൺ സ്റ്റിക്കിന്റെ സംഭവങ്ങളൊക്കെ കഴുകി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം വെച്ച് കഴുകി എടുത്താൽ മതി കേട്ടോ. അപ്പം എന്താ പറയാ, സ്ക്രബ്ബറിനെ കുറിച്ച് പറയാൻ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ ഹാങ് ചെയ്തിടാനുള്ളൊരു ഈ ഒരു സംഭവം ഇതിന്റെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കൂടുതലൊന്നും പറയാൻ
പറയാനില്ല. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 132 രൂപയായിരുന്നു കേട്ടോ. 5 എണ്ണത്തിന് ആ ഒരു പ്രൈസിന് പോകത്തുള്ള പ്രൊഡക്റ്റാണ്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്ന സ്ക്രബ്ബറാണ് കേട്ടോ. എന്തായാലും വാങ്ങിയ നഷ്ടം തോന്നില്ല. കാരണം നമുക്ക് ഒരേ ടൈമിൽ 2 ടൈപ്പ് പാത്രങ്ങൾ കഴുകാൻ പറ്റുന്ന രീതിയിൽ വരുന്ന സ്ക്രബ്ബറാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതെന്താണ് മനസ്സിലായോ? ഇതെന്താണെന്ന് വെച്ചാൽ സിലിക്കണിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ സിങ്കിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ തൂക്കൂലേ, അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാട്ടോ. ഇതുപോലെ അതാ സിങ്കിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇത് വെച്ചു കൊടുത്താൽ ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ചു കൊടുത്താൽ വെള്ളം പുറത്തേക്ക് തെറിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. സിങ്കിന്ന് വെള്ളം പുറത്തേക്ക് ഇങ്ങനെ തെറിക്കുന്ന ബുദ്ധിമുട്ട്. പക്ഷെങ്കിൽ ഇത് വെച്ചു കൊടുത്താൽ വെള്ളം പുറത്തേക്ക് വരില്ല. പിന്നെ അതാ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കട്ടെ, എന്നാലേ അവിടെ ശരിക്കും നിൽക്കുള്ളൂ. പിന്നെ അതാ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി പോകുകയൊന്നുമില്ല. നമ്മളിങ്ങനെ കൈകൊണ്ട് നല്ല ശക്തിയായിട്ട് പിടിച്ചെടുത്താൽ തന്നെ പിന്നെ ഇളകി പോരുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സംഭവം കൊടുത്തപ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടാനും ഈസി ആട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 180 രൂപയായിരുന്നു. പക്ഷെ ഇപ്പൊ മീഷോയിൽ നോക്കിയപ്പോൾ പ്രൈസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് ഇതുപോലെ ഒരു പാനാണ്. നമുക്ക് പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാനാണ്. ഈ ഒരു പാൻ്റെ കഥ എന്താന്ന് വെച്ചാൽ ഇത് സംഭവം നല്ല അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇൻഡക്ഷൻ ബേസ് ആണ്, അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരേ ടൈമിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഹാൻഡിലും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തിരുന്ന സാധനം ഈ സൈഡിൽ ഞാൻ കാണിക്കുന്ന ഫോട്ടോയിൽ കാണിക്കുന്ന ഈ ഒരു പാനിൽ ഈ ടൈപ്പ് പാൻ ചെയ്തിട്ട് ഓർഡർ ചെയ്തത്. ഒരേ ടൈമിൽ നമുക്ക് 2 രീതിയിലുള്ള ഐറ്റംസ് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാനാണ് അത്. പക്ഷെ കൈ കിട്ടിയപ്പോൾ അതാ ഈ ഒരു രീതിയിലാട്ടോ കിട്ടിയത്. ഇങ്ങനത്തെ ഒരു പാൻ ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെങ്കിൽ എനിക്കിത് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സൗകര്യം കൂടി മീഷോയിലുണ്ട് കേട്ടോ. നമുക്ക് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്, ഈസിയായിട്ട് റിട്ടേൺ ചെയ്യാം. അപ്പൊ ഇതിന്റെ പ്രൈസ് 478 രൂപയാണ് ഞാൻ കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ എല്ലാ പ്രൊഡക്ട്സിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.